ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റിൻ്റെ രണ്ടാമത്തെ സ്വച്ഛ് ഭാരത് പരിപാടി കടന്നപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങേറി. ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമ മാരാർ സ്വാഗതം പറഞ്ഞു. ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് അനിത PM അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് പത്മശ്രീ EP നാരായണ പെരുവണ്ണാനെ ആദരിച്ചു. ഡോക്ടർ കേശവൻ ബദിരവന, ഡോക്ടർ OK നാരായണൻ, ഗിരീഷ് പൂക്കോത്ത്, രാമകൃഷ്ണൻ കണ്ണോം, PV രാജേഷ്, രവീന്ദ്രൻ പുതിയടത്ത് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. രതീഷ് പൂക്കോത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്ന് ശ്രീകല സതീശനും പാർട്ടിയും അവതരിപ്പിച്ച നിരാമയ യോഗയും വിജിൻ കാന്ത് വയലപ്ര ആൻഡ് പാർട്ടി അവതരിപ്പിച്ച പഞ്ചവാദ്യവും അരങ്ങേറി. എല്ലാ വർഷവും 2003 മുതൽ രജിസ്ട്രേഷൻ തുടങ്ങിയ മുതൽ എല്ലാ വർഷവും വാർഷികവും സ്വച്ഛ് ഭാരത് പരിപാടി പ്രൊഡക്ഷൻസ്, പുതിയ പ്രൊഡക്ഷൻസ് ഒട്ടനവധി വിദേശ രാജ്യങ്ങളിൽ എക്സ്ചേഞ്ച്, ഇന്ത്യയിൽ നിന്ന് വെളിയിലേക്ക് വെളിയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എക്സ്ചേഞ്ച് ICCRൻ്റെ ഒരു പ്രപ്പോസലാണ്. അതിൻ്റെ പാനലിലാണ് പഞ്ചവാദ്യ ട്രസ്റ്റ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. എൻ്റെ കണക്ക് അനുസരിച്ച് ചിലപ്പോൾ 1000-ൽ കൂടുതൽ കലാകാരന്മാർ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ വന്ന്. നമുക്കറിയാം, ഈ സ്വച്ഛ ഭാരത് എന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തെ ശുചിത്വപരമാണ്. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ശുചിത്വ ആശയങ്ങളിൽ നിന്നാണ് ഈ ഒരു ശുചിത്വ മിഷൻ രൂപീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എത്രയും അത്യാവശ്യം തന്നെയാണ് നമ്മുടെ ഒരു ശുചിത്വം, ആരോഗ്യം. അപ്പോൾ അതിൻ്റെ ഒരു പ്രചരണം ഈ ഒരു ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റ് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്ന രീതിയിൽ ഈ രാജ്യമൊട്ടാകെ നടത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഓപ്പൺ സ്പേസിൽ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി അതിനൊക്കെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ നിർമ്മിച്ച് 100 മില്യൺ ടോയ്ലറ്റുകൾ വരെ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ശുചിത്വത്തിന് വളരെ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു മിഷനാണ് സ്വച്ഛ് ഭാരത് മിഷൻ. ഈ സ്വച്ഛ് ഭാരത് മിഷൻ്റെ ഒരു പ്രോഗ്രാം നമ്മുടെ സ്കൂളിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന് കാരണഭൂതനായത് ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റാണ്. ഒരുപക്ഷെ എത്രയോ ആളുകൾ തീയതിക്ക് വേണ്ടി, പ്രോഗ്രാമിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് നമുക്കിവിടെ ഇത്തരം കാര്യങ്ങൾ, ഈ കൾച്ചർ പ്രോഗ്രാം നമുക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കാൻ എത്തിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും ഒരു നേട്ടമാണ് അദ്ദേഹം ഈ സാന്നിധ്യത്തിലൂടെ നമുക്ക് തന്നത്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ടർ കേശവൻ ബദിരവന, അദ്ദേഹത്തിന് പ്രത്യേകം നമുക്ക് പരിചയപ്പെടുത്താനുള്ള ആവശ്യമില്ല. നിറസാന്നിധ്യമാണ് ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തും, പ്രത്യേകിച്ച് ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റും. അതിനാദരിക്കാൻ സന്മനസ് കാണിച്ച ഇതിൻ്റെ സംഘാടകരും അതുപോലെ നമ്മളെ ചെറുതാഴം കുഞ്ഞിരാമ മാരാരോടും എല്ലാവരോടും ആദ്യമായി എൻ്റെ നന്ദി അറിയിക്കും. നമ്മുടെ വാദ്യം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു പ്രത്യേകത, ഒന്നുകിൽ തെയ്യം, അല്ലെങ്കിൽ ഉത്സവം, അല്ലെങ്കിൽ കാഴ്ചവരവ്, ഇങ്ങനെയുള്ള പരിപാടികൾക്കാണ് വാദ്യങ്ങൾ ഉണ്ടാവുക. പ്പെട്ടവരെ, വളരെ മഹത്തരമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശുചിത്വ മിഷൻ എന്ന് നമ്മളെല്ലാവരും കേട്ടതുപോലെ ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റ് ഈ സ്കൂൾ, കണ്ണൂർ ജില്ലയിൽ 2 സ്കൂളിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പരിപാടി നടക്കുന്നത്. ഒന്ന് രാവിലെ കഴിഞ്ഞു, ചിറക്കൽ രാജാസ് ഹൈസ്കൂളിൽ വെച്ച് കഴിഞ്ഞു. രണ്ടാമത്തത് കണ്ണൂർ ജില്ലയിലെ നമ്മുടെ ഈ സ്കൂളിലാണ് നടക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും മഹത്തരമായ ഒരു ചടങ്ങാണ്. ശുചിത്വത്തിൻ്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ നമ്മൾ വിവരിച്ചു കഴിഞ്ഞു. ഇത് ഒരു പ്രാവശ്യം ചെയ്യേണ്ടതല്ല, ജീവിതത്തിൽ ഉടനീളം നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ് ശുചിത്വം എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ പ്രാധാന്യം എല്ലാവരിലേക്കും എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റ് നടത്തുന്ന ഒരു ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ചടങ്ങാണിത്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഇനി 2 പരിപാടികൾ കൂടി ഇവിടെ നടക്കാനുണ്ട്. ഒരു യോഗ പരിപാടി, അതേപോലെ പഞ്ചവാദ്യത്തിൻ്റെ ഒരു പരിപാടി, പിന്നെ ഒരു മേളം കൂടി ഇവിടെ നടക്കാനുണ്ട്. എല്ലാവർക്കും അത് കണ്ട് ആസ്വദിക്കാം. അപ്പം നിങ്ങളുടെ ഈ സായാഹ്ന സംഗമം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഗ്രാമപിതാവ് ശ്രീ TV ചന്ദ്രൻ നമുക്ക് സ്വയം നന്നാവാനുള്ള ഒരു മന്ത്രമാണ്, വലിയ ദിവ്യത്വമുള്ള ദേവിയെ നമ്മുടെ മുന്നിലേക്ക് ആവാഹിച്ചെത്തി അനുഗ്രഹം തരുന്ന ആ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. അങ്ങനെയുള്ള ഞാൻ ഏറെ ബഹുമാനിക്കുന്ന പത്മശ്രീ EP നാരായണ പെരുവണ്ണൻ, ഇപ്പോൾ സംസാരിച്ച മറ്റൊരു വിഷഗ്വരൻ, ഈ ശുചിത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഏറ്റവും വ്യക്തമായും ശക്തമായും സൂക്ഷ്മമായും
പറയാൻ പറ്റുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ കേശവൻ ബദിരമന. ഒറ്റ വാക്ക്, കൂടുതൽ എല്ലാവരും ഡൽഹി പോകണം. ഡൽഹി ആസ്ഥാനമായിട്ട് പതിറ്റാണ്ടുകളായി ഈ വാദ്യത്തെയും വാദ്യകലയെയും കഥകളിയെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മഹാമനുഷ്യൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമൻ മാരാർ. ആ മാരാറാണ് ഈ മഹത് വ്യക്തിത്വങ്ങളെയും ഇങ്ങനെയുള്ള ഈ കലാരൂപങ്ങളെയും കൂടി എത്തിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാനുള്ള അവസരമാണ് അടുത്തത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തുടങ്ങണം. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എല്ലാ കുട്ടികൾക്കും ആശംസ നേരുന്നു. ശേഷം ഇവിടെ പഞ്ചവാദ്യവും യോഗയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാനുള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ ഇന്ന് ഇവിടെ നടത്തിയിട്ടുള്ള ഈ ഒരു വലിയ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ രാജ്യം പത്മശ്രീ അവാർഡ് നേടിക്കൊടുത്ത EP നാരായണൻ പെരുവണ്ണ. കൂടുതൽ കാര്യങ്ങളൊന്നും വെച്ച് നീട്ടുന്നില്ല. നമ്മുടെ ഒരു പരിപാടി നടക്കേണ്ടതുണ്ട്. കാരണം വേറെ ഇങ്ങനെ ഒരു അവസരം നമ്മുടെ സ്കൂളിൽ കുറേ തവണയായി നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമേട്ടനെ എല്ലാവിധ നന്ദിയും ഈ അവസരം ഞാൻ രേഖപ്പെടുത്തുക. കാരണം തങ്ങളുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് സുവജസ്സുകൾ കൊണ്ട് അവിസ്മരണമാക്കി തീർത്ത മുഴുവൻ വിശിഷ്ടാതിഥികളെയും, പ്രത്യേകിച്ച് ഇതിൻ്റെ ആമുഖ ഭാഷണം നടത്തിയ ലതീഷ്, അധ്യക്ഷം വഹിച്ച സ്കൂളിൽ പ്രധാന അധ്യാപികയായ അനിത ടീച്ചർ, ഉദ്ഘാടനം നിർവഹിച്ച ആരാധ്യനായ ഗ്രാമപിതാവ് ശ്രീമാൻ ചന്ദ്രൻ, മുഖ്യാതിഥിയായി പങ്കെടുത്ത പത്മശ്രീ EP നാരായണ പെരുവണ്ണ.
പഞ്ചവാദ്യ ട്രസ്റ്റിനും സ്വച്ഛ് ഭാരത് അഭിയാൻ സ്കൂളിൻ്റെ ഭാരവാഹികൾക്കും എൻ്റെയും എൻ്റെ ടീമിൻ്റെയും Ani